യേശുവിനെ ഒത്തിരി സ്നേഹിക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന ആറാമത്തെ കാര്യമാണ് യേശുവിൻ്റെ പീഡാസഹനത്തിൽ സന്തോഷത്തോടുകൂടെ പങ്കുകാരാകും. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം അധ്യായം 3:10-11 പൗലോസ് പറയുന്നു, എനിക്ക് യേശുവിൻ്റെ പീഡാസഹനത്തിൽ പങ്കുകാരാകണം. അതേപോലെ തന്നെ പത്രോസിൻ്റെ ഒന്നാമത്തെ ലേഖനത്തിൽ അധ്യായം 3, അധ്യായം 4 ഇവിടെ പത്രോസ് എല്ലാ ക്രിസ്ത്യാനികളോടും പറയുകയാണ്, യേശുവിൻ്റെ പീഡാസഹനത്തിൽ സന്തോഷത്തോടുകൂടെ പങ്കുകാരാകുവിൻ. എല്ലാ സ്ലീഹന്മാരും വിശുദ്ധരും എല്ലാവരും തന്നെ ഇതിൽ സഹനത്തിൽ പങ്കുകാരായി. സഹനം ഇല്ലാത്തവർ ഈശോയോട് ചോദിച്ചു സഹനം വാങ്ങിച്ചു. അഗസ്തീനോസ് പുണ്യാളൻ ഈശോയോട് പ്രാർത്ഥിക്കുകയാണ്, നല്ല ഈശോയെ, അങ്ങയുടെ കുരിശോട് ചേർത്ത് നിർത്തുന്ന എല്ലാ സഹനങ്ങളും എല്ലാ കുരിശുകളും എനിക്ക് നൽകണമേ എന്ന്. ചെറുപുഷ്പം സെന്റ് തെരേസ പറയുകയാണ്, രോഗം ഇല്ലായിരുന്ന വേദന ഇല്ലാതെ 3 ദിവസം കഴിഞ്ഞപ്പോൾ പറയുകയാണ്, ഈശോയെ, അങ്ങ് എന്നെ സ്നേഹിക്കുന്നത് നിർത്തിയോ? എനിക്ക് അങ്ങയുടെ പീഡാസഹനത്തിൽ പങ്കുകാരാകണം. ഇതേപോലെയാണ് എല്ലാവരും ചെയ്തത്. നമുക്ക് ഈ ഒരു സ്നേഹം ഉണ്ടോ? നമ്മൾ യേശുവിൻ്റെ സഹനത്തിൽ പങ്കുകാരാൻ തയ്യാറാണോ എന്ന് നമ്മളോട് തന്നെ ചോദിക്കുക. അങ്ങനെയെങ്കിൽ നമുക്ക് യേശുവിനോട് വളരെയധികം സ്നേഹമുണ്ട്. ആമേൻ.